ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് ഗൂമർ എന്നാണ്. സിനിമയുടെ പേര്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് അഭിഷേക് ബച്ചൻ, സയാമി കെയർ, പിന്നെ അങ്കദ് ബേദി, പിന്നെ അമിതാഭ് ബച്ചൻ ആസ് എ കേമിയോ എന്ന് ഒക്കെയാണ്. പിന്നെ പടം ഡയറക്റ്റ് ചെയ്ത് ആറ് ബൾക്കിയ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഏതൊരു സിനിമയാണ് ഈ സിനിമയുടെ DOP ചെയ്തിരിക്കുന്നത്. ഏതോ ഒരു ഗുപ്തയാണ് ഇതിൻ്റെ എഡിറ്റർ ചെയ്തിരിക്കുന്നത്. കറക്റ്റ് പേര് എനിക്ക് അറിയണം, ഞാൻ കറക്റ്റ് ശ്രദ്ധിക്കാൻ പറ്റില്ല, സോറി. പടത്തിൻ്റെ മ്യൂസിക് ചെയ്യണം അമിത് ത്രിവേദിയാണ്. ഇങ്ങനെയാണോ മറ്റേതടേ? അയ്യോ ഏതായിരുന്നടേ, പടത്തിൽ പേര് ഓർമ്മയില്ല. നമ്മുടെ വർഷങ്ങൾക്ക് ശേഷത്തിൽ മ്യൂസിക് ചെയ്ത് ഇങ്ങനെയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടത്, എനിക്ക് അറിഞ്ഞൂടാ. വേറെ ഏതൊക്കെയോ നല്ല പടങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കണം. പടം പറയാൻ മറന്നു. ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അടിപൊളി പടം. പടത്തിൻ്റെ പെർഫോമൻസ് വൈസ് നല്ലൊരു സിനിമയാണ്. വിഷ്വൽസ് വൈസ് അതൊക്കെ ആരൊക്കെ ചെയ്ത് DOP ഞാൻ പറഞ്ഞില്ലേ. ഏതൊരു സിനിമയാണ് ഈ സിനിമയുടെ ഇത് ചെയ്തിരിക്കുന്നത്. എനിക്ക് വായിൽ കിട്ടാത്ത പേര് സിനിമ. ഒരുപാട് സിനിമമാരെ നമുക്കറിയാവുന്ന സോനാക്ഷി സിനിമയെ വരെ ഇട്ടിട്ടുണ്ട്. സോറി, അവരുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ആണോ എന്തോ അള്ളാഹിനറിയാം. പിന്നെ ഏതൊരു ഗുപ്തയാണ് ഇതിൻ്റെ ഇതൊരു ഗുപ്തയാണ് ഇതിൻ്റെ എഡിറ്റർ. അങ്ങനെ മാക്സിമം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. DOP സൂപ്പർ. മ്യൂസിക് അമിത് ത്രിവേദി എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങേരുടെ പറ്റുന്നത് എന്താണോ അതങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്കദ് ബേദി ഒന്നുമില്ലടേ. അങ്കദ് ബേദി എന്ന് പറഞ്ഞാൽ അങ്കദ് ബേദിയുടെ ക്യാരക്ടർ എന്തെന്ന് വെച്ചാൽ നമ്മുടെ സയാമി കെയറാണ് മെയിൻ റോൾ ഈ സിനിമയിൽ. അപ്പം അവർക്കൊരു നായകൻ വേണം എന്നുള്ളത് കൊണ്ട് എടുത്ത് കൊടുത്തിരിക്കുകയാണ്. എന്നാലും അങ്ങനെ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഒരു സപ്പോർട്ടീവ് ക്യാരക്ടർ മാതിരി ചെയ്തിട്ടുണ്ട്. മീൻസ് അങ്ങനെ ഒരു ലീഡ് റോൾ തന്നെയാണ്. എല്ലാം വിചാരിക്കുന്നവരിനോട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സംഭവം ഫസ്റ്റ് ഹാഫ് സ്റ്റാർട്ടിങ്ങിൽ എവിടെയോ ഒരു പണി കിട്ടിയോ എന്ന് വിചാരിച്ച് മീൻസ് ഒരു 10 മിനിറ്റ് ഒരു 10 മിനിറ്റ്, വെറും 10 മിനിറ്റ്. അത് കഴിഞ്ഞ് ആ 10 മിനിറ്റ് കഴിഞ്ഞാൽ പടം പീക്കാണ്. മീൻസ് ബാക്കിയുള്ള ടോട്ടൽ 2 മണിക്കൂർ 10 മിനിറ്റ് എന്തോ സംതിങ് ആണ് ഈ സിനിമയുടെ ഡ്യൂറേഷനായിട്ട് പറയുന്നത്. അപ്പോൾ ആ 2 മണിക്കൂർ 10 മിനിറ്റിൽ ആദ്യത്തെ 10 മിനിറ്റ് ഒന്ന് കളയായിരുന്നു. ബാക്കി സൂപ്പർബ്. എല്ലാം നൈസായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, BGM സോങ്സൊക്കെ പക്കയാണ് ഇങ്ങനത്തെ ഒരു പടത്തിന്. അത് എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഞാൻ അത് പറയും. പാട്ട് ആൻഡ് BGM അത് കട്ടയ്ക്ക് പക്കയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ കമൻട്രേറ്ററായിട്ടാണ് നമ്മുടെ അമിതാഭ് ബച്ചൻ വന്നിരിക്കുന്നത്. മോൻ്റെ പടമല്ലേ, അച്ഛൻ വരാതിരുന്ന എന്ത് കഷ്ടകാലൊന്നും ഇരിക്കുന്നു. മോൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പനോട് പറഞ്ഞ് അപ്പ കമൻട്രേറ്റർ എന്നാവോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ആയതാന്ന് തോന്നുന്നു. എന്നാലും അങ്ങേരുടെ ബെറ്റർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. മീൻസ് നൈസായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ. പക്ഷേ മാൻ ചെയ്യുന്ന റോൾസൊക്കെ അച്ഛൻ ചെയ്യാൻ നോക്കുമ്പോൾ അത് പണി വളാറുണ്ട്. മീൻസ് ഇപ്പോൾ ജൂണിൻ്റെ സിനിമ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക. ആ പടത്തിൻ്റെ അവസ്ഥ ഞാൻ പറയണില്ല. മീൻസ് മോനാവുന്നതാണ്, പക്ഷേ പണി വളിപ്പോയി. അതെന്തിലോട്ട് മീൻസ് ആ പടം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. മീൻസ് ഒരു വിഷ്വൽസോ എഡിറ്റിങ്ങോ അതൊന്നും നൈസായിരുന്നില്ല എന്നതോട്ട്. ഇതിൻ്റെ കാര്യം ഞാൻ അറിയാതെ വന്നു പോയതാണ്, സോറി. ഈ പടം ഞാൻ വീണ്ടും പറയണം, ഈ പടം നല്ലൊരു സിനിമയാണ്. ഞാൻ ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്തിട്ടാണ് കണ്ടത്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ 100% പറയാണ്, ഇത് ആഗ്രഹം ഉണ്ടെങ്കിൽ പടം മസ്റ്റ് വാച്ചാണ്. എന്നാൽ ഇത് ആഗ്രഹം ഉണ്ടെങ്കിൽ കാണാം. ഇത് ഏത് ഇതിലാണ് വന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, ഏത് OTT ഇതിലാണ് വന്നിരിക്കണതെന്ന് ശ്രദ്ധിച്ചില്ല.
സോറി. ടെലിഗ്രാമിലൂടെ കാണുന്നവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം, കുറച്ച് കൂടുതൽ ആൾക്കാർ. അതുകൊണ്ട് ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് കണ്ടോളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സ്റ്റിൽസൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. സ്റ്റിൽസ് ആണെങ്കിലും PRO ആണെങ്കിലും. പിന്നെ എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ അതാരാ ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ സല്യൂട്ട് ചെയ്യും. കാരണം ഇങ്ങനത്തെ ഒരു പടത്തിന് ഇങ്ങനത്തെ കോസ്റ്റ്യൂംസാണ് വേണ്ടത് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കണതെന്ന് മനസ്സിലായിട്ടുണ്ട്. മീൻസ് ഈ കോസ്റ്റ്യൂം ഡിസൈനർ, ഈ പടത്തിലെ കോസ്റ്റ്യൂം ഡിസൈനർ ഇങ്ങനത്തെ കോസ്റ്റ്യൂംസാണ് ഇങ്ങനത്തെ ഒരു പടത്തിന് വേണ്ടത് എന്ന് അറിയാവുന്ന ഒരാളാണെന്ന് തോന്നുന്നു. അവരുടെ പേരെനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഹിസ് വെൽ മീൻസ് ഹിസ് വർക്ക്സ് ഈസ് വെൽ ഇൻ ദിസ് മൂവി എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് പോസ്റ്റിലിടുക. പോസ്റ്റ് എന്ന് പോസ്റ്റിൽ ഇടുക. മീൻസ് എന്താ പോസ്റ്റ് ഇടുക, അനൗൺസ്മെൻറ്റ് പോസ്റ്റ് അതെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ടാവും. പിന്നെ എനിക്ക് ഇത്ര പറയാനുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിരിക്കണം എന്താ ഞാൻ ചോദിച്ചാൽ അതെൻ്റെ ഇഷ്ടം. ഇറ്റ്സ് മൈ പർപ്പസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഡെൽറ്റ വസ്കസ്.